കഥാപാത്രത്തില് ആരായിരിക്കണം നമ്മൾ, അത് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട്. തയ്യാറാണോ? എന്നാലാണ് കഥ പറയുള്ളൂ. അത്രയ്ക്ക് തയ്യാറല്ല. തയ്യാറാണ്? ഈ ഒരു പ്രധാന 2 കഥാപാത്രം ഉണ്ട്. ആ 2 കഥാപാത്രത്തില് ഏത് മെന്റാലിറ്റി ആവണം നമ്മുടെ? ഞാൻ പറയില്ല. ഞാൻ ഈ കഥ ഗിരിസാർ പറഞ്ഞു കേട്ടപ്പോൾ ആ ഒരു കഥാപാത്രം ഞാനായി. അതുകൊണ്ടാണ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് എമറാളാൻ പറ്റിയത്. അതുകൊണ്ട് സസ്പെൻസ് ആണ് കഥ. ഇത് ഇനി നിങ്ങൾ ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കാനാണ് ഈ സസ്പെൻസ് ഇട്ടത്. എന്തിനാണെന്നറിയോ? പുലിമുരുകൻ സിനിമ കണ്ടെത്ര പേരുണ്ട്? അതില് തുടക്കത്തില് ഡാഡി ഗിരിജ ഒരു വരവുണ്ട്. ആ തുടക്കത്തില് ഡാഡി ഗിരിജ വന്നതാണ് ആ അവസാനം വരെ ആളുകൾ ഇങ്ങനെ ഇരുന്നത് അല്ലെ? തുടക്കത്തിൽ ഡാഡി ഗിരിജനെ കണ്ടില്ലെങ്കിൽ അത് ഏതാണാവോ ഈ പകയെന്ന് വിചാരിക്കും അല്ല? തുടക്കത്തിൽ ഡാഡി ഗിരിജനെ അവതരിപ്പിച്ചപ്പോഴല്ലേ ആ പുലിമുരുകൻ സിനിമ ഒരു പഞ്ച് ആയത് ആണ്. അതേപോലെ ഈ 2 കഥാപാത്രം ശ്രദ്ധിച്ച് കേൾക്കണം. അതെ, ആരായിരിക്കണം നമ്മള് അല്ലെ? നമ്മൾ ഏത് കഥാപാത്രമാണെന്ന് നിങ്ങൾ ഉറപ്പിക്കാം. തയ്യാറാണോ? തയ്യാറാണ്. ഒരു സന്യാസി മഠം. ആ സന്യാസി മഠത്തില് അറിയാലോ, സന്യാസി രാവിലത്തെ പൂജ കർമ്മങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ കുളിക്കാനായിട്ട് കുളത്തിലേക്ക് പോകും. അങ്ങനെ കുളത്തിലേക്ക് പോയി സന്യാസി കുളിച്ചോണ്ടിരിക്കുന്ന നേരത്ത് ഒരു ആലിന്റെ കൊമ്പ് ആ കുളത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ആലിന്റെ കൊമ്പിൽ നിന്ന് ഒരു തേള് സന്യാസി വരെ കുളിക്കുന്നതിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് വീണു, കുളത്തിലേക്ക് വീണു. ഈ തേള് പെടയുന്നത് കണ്ടപ്പോൾ സന്യാസി വരൻ എന്ത് ചെയ്തു? ഈ തേളിനെ ഉള്ളംകൈയിലെടുത്ത് അതിനെ കരയ്ക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം അങ്ങനെ ആ കുളത്തിന്റെ സൈഡിലേക്ക് നടന്നു നീങ്ങുന്നതിനിടെ കരയ്ക്ക് എത്തുന്നതിന് മുന്നേ തേള് എന്ത് ചെയ്തു? ഈ സന്യാസി വരൻ ഒരു കുത്തു വെച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കൈ വേദനിച്ചു. പക്ഷെ അദ്ദേഹം ആ കുത്ത് സഹിച്ചും അദ്ദേഹം തേളിനെ കരയ്ക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കൈ നീര് വന്നു. ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ ശിഷ്യൻ, അവിടെ പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യൻ ഇത് കണ്ടു. അദ്ദേഹം അത് കണ്ടു. വേറെ സന്യാസിയോടൊന്നും പറയാൻ പോയില്ല. കുത്തി സന്യാസി വേദനിച്ചു, കൈ നീര് വന്നു, ഒന്നും പറയാൻ പോയില്ല. പിറ്റേ ദിവസം ഇദ്ദേഹം കുളിക്കാൻ നിൽക്കുന്ന നേരത്ത് അങ്ങനെ മന്ത്രമൊക്കെ ഉച്ചാരണങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു തേള് ഈ കുളത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ അവിടെ അടുത്ത് വീണു. ഇദ്ദേഹം കണ്ട ഉടനെ ഈ തേളിനെ ഉള്ളംകൈയിൽ എടുക്കാനായിട്ട് നോക്കിയ പക്ഷം ആ ശിഷ്യൻ വിളിച്ചു ഉറക്കെ പറഞ്ഞു, സന്യാസി വരിക, ഗുരുവേ ചെയ്യരുത്. കാരണം ഇന്നലെ അങ്ങനെ ഒരു തേളിനെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കുത്താണ് കിട്ടിയത്. കൈ നീര് മാറുന്നുള്ളൂ, അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. പക്ഷെ അതൊന്നും വകവെക്കാതെ ഈ സന്യാസി വരൻ വീണ്ടും ആ തേളിനെ ഉള്ളംകൈയിലെടുത്തു. ആ കരയ്ക്കലേക്ക് എത്തുന്നതിന് മുന്നേ ഈ തേള് വീണ്ടും വേറൊരു തേള്, നേരത്തെ തേള് വേറെ, ഈ തേള് വീണ്ടും കുത്തി കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന് ദേഷ്യവും പരിവേഷവും ഒക്കെ വന്നു. എന്നിട്ട് ചോദിച്ചു, സന്യാസിവരനോട് ചോദിച്ചു, ഗുരുവേ ഞാൻ പറഞ്ഞതല്ലേ തേളിനെ എടുക്കരുതെന്ന്, തേളിനെ രക്ഷപ്പെടുത്തരുതെന്ന്? ഇന്നത്തെ അനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും അത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സന്യാസി വര്യൻ പറഞ്ഞതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സന്യാസി വര്യൻ പറഞ്ഞത് തേളിന്റെ സ്വഭാവം തേള് ചെയ്തു, എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആപത്തിൽ പെടുന്നവരെ രക്ഷപ്പെടുത്തലാണ് എന്റെ സ്വഭാവം, അത് ഞാൻ ചെയ്തു. ഇതിൽ 2 പ്രധാന കഥാപാത്രങ്ങളാണ്. ഒന്ന് തേളും ഒന്ന് ഗുരുവും. ആരെ മെന്റാലിറ്റി ആയിരിക്കണം ആർസിമില് എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇന്ന് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന അനേകം ആളുകള് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പണിയെടുത്തിട്ടും നെട്ടോട്ടോടിയിട്ടും ഇന്നൊന്നും ആവാതെ, എന്റെ ജീവിതത്തിലുള്ള സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാക്കാതെ ഇന്ന് രാവും പകലും പണിയെടുത്ത് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഒരു നേട്ടം നേടാതെ, ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാക്കാതെ ഇന്ന് മരിച്ചു വീഴുന്നു. അവരുടെ മുന്നിലേക്ക് ആർസിം എന്ന ഈ ഉപ്പും മല്ലും മുളകും സോപ്പും മാട്ടയും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയ്ക്കും വലിയൊരു അവസരം ജീവിതത്തിൽ വിജയിക്കാനും സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു അവസരം ആ ഗുരുവിന്റെ ആ ഒരു നല്ല മനസ്സ് പോലെ നമ്മൾക്കും അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കണം. ഉള്ളവരൊന്നും കൂടി വളർത്തണം. അങ്ങനെ വളർത്തിയാൽ ആ ഒരു പ്രയത്നം മതി, ആ ഒരു ചിന്ത മതി ആർസിമിൽ വിജയിക്കാൻ. അനേകം തേളുകളും പഴുതാരങ്ങളും പാമ്പും ഒക്കെ ഉണ്ടാവും നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിക്കാൻ. എന്ത് ചെയ്യണം? അവരോട് നമ്മൾ മന്ദഹാസത്തോടു കൂടി പറയാ,
RCM വലിയൊരു അവസരമാണ്. RCM വലിയൊരു അവസരമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അനേകം ആളുകൾ, വിജയിക്കേണ്ട ആളുകൾ നമ്മൾ വരും. അവർക്ക് കൈത്താങ്ങായിട്ട് നമുക്ക് മാറാൻ നമുക്ക് തയ്യാറാണോ? നമ്മൾക്ക് വിജയിക്കാൻ ഒരു അവസരമാണ്. അതിൽ ഏത് കഥാപാത്രമാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഗുരുവാവണം എന്ന് ചിന്തിച്ച ആളുകൾ ഒന്ന് കൈയടിച്ച് ഗുരുണ്ട മാറരുത്. ഗുരുവിന്റെ മെന്റാലിറ്റി ഉള്ള ആളുകൾ മാത്രം കൈയടിക്ക്. ഗുരുവിന്റെ മെന്റാലിറ്റി ഈ ദേവന്റെ മെന്റാലിറ്റി ഉള്ള ആളുകൾ ഒന്ന് കൈയടിച്ച നന്നായി കടിക്കും. സാറ് ആരുമില്ല. ഞാൻ പറയുന്നു, ഇവിടെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ഇവിടെയൊക്കെ പോസിറ്റീവ് എനർജിയായി വിജയിച്ച് അടങ്ങും എന്ന തീരുമാനത്തെ വന്നാളുകളാണ്. അതുകൊണ്ട് തേവൊന്നും ഇവിടെ ഉണ്ടാവില്ല. തേവൊക്കെ പുറത്തുണ്ടാവും. നിങ്ങളെ പിന്തിരിപ്പിക്കാൻ, പുച്ഛിക്കാൻ, കളിയാക്കാൻ, അതിനെ ചവിട്ടി മെതിച്ച് വിജയിക്കാൻ തയ്യാറുണ്ട്. അവർക്കുള്ളതാണ് RCM. അപ്പോൾ അങ്ങനെ